ഇനി ഇതിൻ്റെ ഈ ആസിഡ് ബേസ് ബാലൻസിൻ്റെ ഒരു മിസ്മാച്ചിങ്ങും കൂടിയുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ പേഷ്യൻറ്റിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ആസിഡാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് ബൈകാർബും പാർഷ്യൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. അപ്പം ബൈകാർബ് നമ്മൾ നോക്കുമ്പോൾ ബൈകാർബ് ആസിഡാണ്. ബൈകാർബ് ആസിഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈകാർബിൻ്റെ അളവ് കുറവാണ് ശരീരത്തിൽ. അതായത് ഈ പി എച്ച് 7.30 ആസിഡാണ്. ബൈകാർബ് ഒരു 20 ഉള്ളു. അപ്പം ഇത് ആസിഡാണ്, ഇതും ആസിഡാണ്. അപ്പം മാച്ച് ചെയ്യുന്ന സംഭവത്തിലാണ് പ്രശ്നം. അതായത് ഇവിടെയാണ് പ്രശ്നം. അപ്പം ഇതിനെന്ത് പറയും? ബൈകാർബും ആസിഡാണ്, പി എച്ചും ആസിഡാണ്. ഇത് രണ്ടും ആസിഡ് ആകുമ്പോൾ നമ്മൾ പറയുന്ന സംഭവമാണ് മെറ്റാബോളിക് അസിഡോസിസ്. അപ്പം മാച്ച് ചെയ്യാത്ത അതല്ലെങ്കിൽ നോർമൽ ആയിട്ട് നിൽക്കുന്ന സംഭവം ഇതിനകത്ത് ഏതായിരിക്കും? CO2 ആയിരിക്കും. അപ്പൊ CO2 ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്, ബഫർ സിസ്റ്റം യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് CO2 ആണ് ഇതിനകത്ത് ചിലപ്പം നോർമൽ ആയിരിക്കും. അതായത് ഒരു 37 ആയിരിക്കും, നോർമൽ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നോർമൽ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ബഫർ സിസ്റ്റം ആരംഭിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ABG കളക്ട് ചെയ്തു. അതായത് അൺകോംപ്രമൈസ്ഡ് ആണ്. മനസ്സിലായോ? ഇനി വർക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇതെല്ലാം താങ്ങാൻ. ഇങ്ങനെയൊരു വാല്യുവേഷൻ ഉണ്ട്. അതായത് ഇപ്പം ഇനിയിപ്പോൾ ഇത് ആൽക്കലി എടുക്കും. pH ആൽക്കലിയാണ്. pH ഒരു 48 ആണ്. pH 7.48 ആണ്. കൂടുതൽ ആൽക്കലിയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആൽക്കലിയാണ്. നമ്മൾ നോക്കുമ്പോൾ ഏതിൻ്റെയാണ് ആൽക്കലി? കാർബൺ ഡൈ ഓക്സൈഡ് CO2 കുറവാണ്. ഒരു 30 ഉള്ളു. CO2 കുറവാണെങ്കിൽ ഇതും ആൽക്കലിയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവം? ഇവിടെ റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്, അല്ല ആൽക്കലോസിസ് ആണ്. റെസ്പിറേറ്ററി ആൽക്കലോസിസ്. എന്താ കാരണം? ഇത് രണ്ടും മാച്ചാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബഫർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈകാർബാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ബൈകാർബ് കിഡ്നിയിലൂടെയാണ് ഇതിനെ ഫിൽട്ടർ ചെയ്ത് കളയാൻ പോകുന്നത്. കാരണം പ്രശ്നം എവിടെയാണ്? പ്രശ്നം റെസ്പിറേറ്ററി ഭാഗത്താണ്. റെസ്പിറേഷൻ ഇതിനനുസരിച്ച് ആക്റ്റീവ് ആകുന്നില്ല. അപ്പം നമ്മൾ കിഡ്നി ആക്ടിവേറ്റ് ആയി മിക്കവാറും ഇത് ഒരു 26 ആയിരിക്കും. അതായത് പ്രീ ആണെങ്കിൽ ആക്ടിവേറ്റ് ആയില്ല. ആക്ടിവേറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നോർമലാവും. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഇതിന്റെ ശരിക്കുള്ള ABGയുടെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ H2CO3 തമ്മിലുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇത് ബൈകാർബാണ്. ഇത് കാർബോണിക് ആസിഡ് ആണ്. അതായത് ഇതിന്റെയൊക്കെ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകാൻ പോകുന്ന സാധനം കാർബോണിക് ആസിഡ് ആണ്. കാർബോണിക് ആസിഡിൽ നിന്ന് ഈ 1H മാറ്റി കഴിഞ്ഞാൽ, അതായത് അയണിനെ H+ അയണിനെ കിഡ്നിയിലൂടെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബൈകാർബാണ്. അതാണ് കിഡ്നി ചെയ്യുന്നത്. ഈ ലെൻസിലൂടെയാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങ് മാറ്റും. എന്നിട്ട് വാട്ടറിനെ ഫിൽട്ടർ ചെയ്ത് കിഡ്നിയിലൂടെ ഫിൽട്ടർ ചെയ്ത് കഴിയും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതലായിട്ട് പുറത്തേക്ക് തള്ളുമ്പോൾ അത് പിന്നെയും HCO3 ആവും. അങ്ങനെ കൺട്രോൾ ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിൽട്ടർ ചെയ്ത് വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ
വാട്ടർ കിഡ്നിയിലൂടെ പുറത്തേക്കും പോവും, കാർബൺ ഡൈ ഓക്സൈഡ് പോവും, എക്സ്ക്രീറ്റ് ആയിട്ടും പോവും. ഇങ്ങനെയാണ് ഇത് H2CO3യും HCO3യും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ബഫർ സിസ്റ്റം എന്ന് പറയുന്നത്.